ഹലോ സൂക്ഷ്മദർശിനി. എൻ്റെ അപ്പ ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യനെ ആകാംക്ഷയുടെ മുൾമുനയിൽ ഇങ്ങനെ നിർത്തുന്ന ഒരു പാട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ സമ്മതിച്ചേ പറ്റുള്ളൂ. സംവിധായക സമ്മതിച്ചിരിക്കും. MC ജിതിൻ സംവിധായകൻ നമിച്ചു കേട്ടോ. അത് മാത്രമല്ല തിരക്കഥ എഴുതിയവരെ സമ്മതിക്കും. അതുൽ രാമചന്ദ്രൻ, ലിബിൻ TB അതോടൊപ്പം സംവിധായകനും കൂടിയിട്ടുണ്ട്. സൂപ്പർ സ്ക്രീൻ പ്ലേ. പ്രേക്ഷകന് ഒരു ക്ലൂവും കൊടുക്കാതെ അവസാനം വരെ കൊണ്ടുപോകുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പടം തുടങ്ങുമ്പം തൊട്ട് സസ്പെൻസിൽ മനുഷ്യനെ ഇങ്ങനെ അങ്ങ് മുൾമുനെ നിർത്തുക. എന്താണ് അതിന്റെ എന്തെങ്കിലും ഒന്ന് കിട്ടണേ എന്ന് കരുതി നിന്നിരിക്കുക. പക്ഷെ ഒരു രക്ഷയില്ല. ആകാംക്ഷയുടെ അങ്ങേയറ്റത്ത് കൊണ്ടു നിർത്തി അവസാനം വരെ ഒരേപോലെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഈ പടത്തിന്റെ പ്രത്യേകത. കഥയെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കഥ ഒരു സമകാലീനമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ അത് എടുത്തിരിക്കുന്നത്, പ്രസന്റ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകന് ഒന്നും പിടികിട്ടാത്ത രീതിയിൽ ചെയ്തു വെച്ചിരിക്കുക. തുടങ്ങുമ്പോൾ തൊട്ട് നമ്മളിങ്ങനെ സസ്പെൻസ് ഇരിക്കുക. എന്തായിരിക്കും ആരായി, എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ പുറയിൽ, ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു ക്ലൂ പോലും തരികയില്ല. ഇപ്പൊ കിട്ടുമെന്ന് കരുതി ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കത്തേ ഉള്ളൂ. അവസാനം വരെ നമ്മളെ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. പടം തീരുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലൂ ലഭിക്കുന്നത്. സൂപ്പർ ക്ലൈമാക്സ്. പക്ഷെ അവസാനം കണ്ടിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. ഞാൻ എന്നിട്ട് എൻ്റെ അടുത്തിരുന്ന ആളോട് ചോദിച്ചു, ആ സംഭവം അതന്നെ അങ്ങനെ അതെന്തായി, അതാരാ ഇങ്ങനെയാണെന്ന് ചോദിക്കാതെ ആ പുള്ളിയും പറഞ്ഞ ഞാനും അതിപ്പം വരുമെന്നും കരുതിയിരിക്കുക. അങ്ങനെ ഒരു സംശയം മനസ്സിൽ വന്നു. പിന്നെ വേറെ രണ്ടുപേരോട് സംസാരിച്ചപ്പോൾ അവർ എനിക്ക് പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പോഴാണ് കത്തിയത്. അതാ പറഞ്ഞത് അങ്ങനത്തെ ഒരു സൂപ്പർ സാധനം. സംവിധായകനെ ഈ ഭാവന സ്റ്റുഡിയോസിനെ സമ്മതിക്കണം. എടുക്കുന്ന പടങ്ങളെല്ലാം ഇങ്ങനെ സൂപ്പർ ഹിറ്റ് മാത്രമാകുന്നു. അടുത്ത കോടി ക്ലബിൽ കിടക്കുന്ന മലയാളം പടം. ബേസിൽ ജോസഫിന്റെ ഒരു വേറിട്ട ഭാവം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ബേസിൽ ജോസഫാണ് ഇതിനകത്തുള്ളത്. ഒരു തമാശപ്പടം നല്ല കോമഡിയൊക്കെ കണ്ട് ചിരിക്കാന്നും കരുതി പോയ നമ്മളെ മുഴുവൻ അവസാനം വരെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന സസ്പെൻസ്. നസ്രയ്ക്ക് കുറച്ച് കുട്ടിത്തമായിപ്പോയി. ആ ഒരു മുതിർന്ന ആളിന്റെ ആ ഒരു ഇതിനോട് എനിക്ക് ഒന്നും തോന്നിയില്ല. കൂടെയുള്ള കൂടെ നടിക്കുന്ന നടി നസ്രയുടെ പേര് പ്രിയ എന്നാണ്. പ്രിയ എന്നാണ് വിളിക്കുന്നത്. പ്രിയേച്ചി എന്ന് വിളിക്കുമ്പോൾ മറ്റേ പുള്ളിക്കാരി നസ്രിയെ പ്രിയേച്ചി എന്ന് വിളിക്കുമ്പോൾ നമുക്കൊരു ചേരായ്മ പോലും. നസ്രി ഇപ്പോഴും ആ പഴയ കുട്ടിത്തത്തിൽ തന്നെ ഇരിക്കുകയാണ്. കൊച്ചുകുട്ടി ഓം ശാന്തി ഓശാനയിലൊക്കെ കണ്ട ആ ഒരു സ്റ്റൈലൊക്കെ ആ ഒരു നീന്തൽക്കുളത്തിന്റെ അവിടുത്തെ ആ സീനിലൊക്കെ കാണിക്കുന്നുണ്ട്. മുഖത്തൊരു മെച്യൂരിറ്റി വന്നിട്ടില്ല. ഇപ്പോൾ ആ പഴയ കുട്ടി നസ്രിയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ തോന്നുകയുള്ളൂ. പക്ഷെ അഭിനയം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫ് അവതരിപ്പിക്കുന്ന മാനുവൽ എന്ന കഥാപാത്രം തൻ്റെ അമ്മയുമായി തങ്ങളുടെ പഴയ വീട്ടിലേക്ക് താമസം മാറുന്നു. അമ്മയ്ക്ക് അൾഷിമേഴ്സ് ആണ്. ഇടയ്ക്ക് അമ്മയെ കാണാതൊക്കെ പോകും. അങ്ങനത്തെ ഒരു സംഭവം. അമ്മയെ കാണാൻ പോകുന്നു, പിന്നെ തിരിച്ചു കിട്ടുന്നു. അതിനിടയിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നടക്കുന്നു. അവിടെ എന്തൊക്കെയോ നടക്കുന്നു. മാനുവലിനെ ചുറ്റിപ്പറ്റി കുറെ നിഗൂഢതകൾ അടുത്ത് താമസിക്കുന്നതാണ് നസ്രി അവതരിപ്പിക്കുന്ന പ്രിയ എന്ന കഥാപാത്രം. ആതിര രാജീവ് അവതരിപ്പിക്കുന്ന കഥാപാത്രം സോഫിയ എന്ന് തോന്നുന്നു. പൂജ മോഹൻരാജിന്റെ ഒരു മുസ്ലിം കഥാപാത്രം. പിന്നെ ആതിര രാജീവ്, മെറിൻ ഫിലിപ്പ്, അങ്ങനെ എല്ലാം ഉണ്ട്. അവര് 3-4 വീടുകൾ അടുത്തുണ്ട്. മാനുവലിന്റെ വീടിനടുത്തുള്ള അയൽവക്കംകാരാണ് മറ്റും. ഈ മാനുവലിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യത്തിലെ നിഗൂഢതകൾ എന്താണെന്ന് തേടി പിടിക്കാൻ ഇറങ്ങുന്ന നസ്രിയുടെ പ്രിയ എന്ന കഥാപാത്രം. പക്ഷെ അത് പോകുമ്പോൾ നമ്മളെ ഇങ്ങനെ മുൾമുലയിൽ നിർത്തിക്കൊണ്ടിരിക്കും. ഒരവസരവും നമുക്ക് തരാതെ, നമുക്കൊന്ന് ഊഹിക്കാൻ പോലും അവസരം തരാതെ എന്തായിരിക്കും, ആരായിരിക്കും, എന്തൊക്കെയാണെന്ന് ഊഹിക്കാൻ ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് പോവും. അതിന്റെ ആ ഒരു ത്രില്ലങ്ങ് പോവും. പറയാൻ പറ്റത്തില്ല. അങ്ങനെ പടം തീരുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഏകദേശം രൂപമെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളത് സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കാണാവുന്ന പടമാണ് സൂക്ഷ്മദർശിനി. സംവിധായകനും ഭാവന സ്റ്റുഡിയോസിന്റെ നിർമ്മാതാക്കളായിരിക്കുന്ന എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ തിരക്കഥ എഴുതിയ അണ്ണന്മാര് അതുൽ രാമചന്ദ്രൻ, ലിബിൻ TB പ്രത്യേകം നന്ദി. സൂപ്പറായിട്ട് ചെയ്തത്. എങ്ങനെ ഇത് എഴുതാൻ പറ്റിയ നിങ്ങൾക്ക്? ഒരു ക്ലൂ പോലും പ്രേക്ഷകന് കൊടുക്കാതെ പ്രേക്ഷകനെ ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ എങ്ങനെ കഴിയും നിങ്ങൾക്ക്? നിങ്ങൾ ഇനിയും മുന്നേറാൻ കഴിയട്ടെ. ഇനിയും വരുന്ന പടങ്ങളിലൊക്കെ നിങ്ങളുടെ തിരക്കഥ എന്ന് പറയുമ്പോൾ ഇതിലും കൂടുതലും അല്ലെ ഇതെങ്കിലും പ്രതീക്ഷിച്ചായിരിക്കും വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ബേസിലിന്റെ കഥാപാത്രം, ബേസിലിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കോമഡി എന്ന് പറയുന്ന അശേഷമില്ല. തികച്ചും ഗൗരവതരമായ ഒരു ക്യാരക്ടർ, നിഗൂഢതകൾ ഒളിപ്പിച്ച ഒരു ക്യാരക്ടർ, ഒന്നും നമുക്ക് മനസ്സിലാകാത്ത ആള്. എന്താണ് എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. പടത്തിന്റെ ഈ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. തിയേറ്ററിൽ പോയി ചെന്ന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് കാണാം. സൂപ്പർ മൂവി, അടുത്ത സൂപ്പർ ഹിറ്റ് മലയാളം മൂവി.
ഈ 2024 ഒത്തിരി സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ മലയാളം. അതിലേക്ക് ഇതാ ഒന്നുകൂടെ കോടി ക്ലബിലേക്ക് കടക്കാൻ പോകുന്നു. നിർമ്മാതാവിനും നഷ്ടമില്ല, അഭിനയിച്ചവർക്കും നഷ്ടമില്ല, പ്രേക്ഷകനും നഷ്ടമില്ല, എല്ലാവർക്കും പ്രതീക്ഷയുള്ള, എല്ലാവർക്കും ലാഭം തന്നെയുള്ള ഒരു നല്ല ചിത്രം സൂക്ഷ്മദർശിനി. തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിപ്പിൻ.